ഞാൻ പലപ്പോഴും ആലോചിക്കുന്നൊരു കാര്യമുണ്ട്. വലിയ വലിയ കമ്പനികളിൽ, വലിയ വലിയ കമ്പനിയല്ല, ഏതൊരു കമ്പനിയായാലും മിനിമം ക്വാളിഫിക്കേഷൻ അവർ ഡിഗ്രി, MBA, BBA, CA, BTech ഇതൊക്കെ പറയുന്നുണ്ടല്ലോ. പക്ഷെ ഇതൊക്കെ പറഞ്ഞാലും ശരിക്കും പറഞ്ഞാൽ ഒരു 3 മാസത്തെ ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളെ ജോലി എന്താണെന്നുള്ളത് ആ ഒരു 3 മാസത്തെ ട്രെയിനിങ് ശരിക്കും പറഞ്ഞാൽ ആർക്ക് കൊടുത്താലും ചെയ്യാൻ പറ്റുന്ന ജോലിയാണ്. അപ്പോൾ പിന്നെ എന്തിനാണ് ഈ കഷ്ടപ്പെട്ട് പഠിച്ച സർട്ടിഫിക്കറ്റൊക്കെ? ശരിക്കും പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചാൽ ആർക്കും ചെയ്യാവുന്ന ജോലിയാണ് ഈ ഭൂമിയിലുള്ളത്. പക്ഷെ ഈ പറഞ്ഞ പോലെ അതുമായി അഡാപ്റ്റ് ആവാൻ കുറച്ച് സമയത്തുള്ള ഒരു ട്രെയിനിങ് മതി. ഇതിന് ഈ പറഞ്ഞ ഡിഗ്രികളൊന്നും വേണ്ട. ഇന്ന് ഞാൻ എൻ്റെ ഓഫീസിൽ പോയപ്പോൾ എനിക്ക് സ്ഥിരം ഒരു ഓഫീസല്ല, കമ്പനിയുടെ ബ്രാഞ്ചുകളുണ്ട്. അപ്പോൾ പല ബ്രാഞ്ചുകളിൽ പോകണം. അതാണ് യാത്രയ്ക്കൊക്കെ ചെയ്ത് ഇവിടെ. ഇപ്പോൾ ഞാൻ ചണ്ഡീഗഡിൽ നിന്നാണ് കാര്യം പറയാം. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ ചണ്ഡീഗഡിലുള്ളൊരു ബ്രാഞ്ചിൽ പോയപ്പോൾ അവിടെ ഒരു ഗാർഡ്ജിയുണ്ട്. ഗാർഡ്ജി എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി, മറ്റേ ഗൺമാൻ. അപ്പോൾ പുള്ളിക്കാരൻ വളരെ ഭവ്യതയോടെ സ്നേഹത്തോടുകൂടി ചിരിച്ച് വളരെ റെസ്പെക്റ്റ്ഫുള്ളായ ഒരു മനുഷ്യൻ. എന്താ പറയുക, നമുക്ക് കാണുമ്പോൾ തന്നെ പോസിറ്റീവ് എനർജിയും. പക്ഷെ മറിച്ച് ഈ ബ്രാഞ്ചിനകത്തിരിക്കുന്ന മാനേജരാ പണ്ടാരം ഇടങ്ങാനായിട്ട് തലവേദന കേസ്. ചിരി വരാത്ത, സ്നേഹമില്ലാത്ത, ഒരു റെസ്പെക്റ്റ്ഫുൾ എന്ന് പറയുന്ന സാധനമേ ഇല്ല. പുച്ഛം. ശരിക്കും അകത്തിരിക്കേണ്ടത് ഈ വെളിയിരിക്കുന്ന ഗാർഡ്ജിയായിരുന്നു. അയാൾക്ക് ട്രെയിനിങ് കൊടുത്തിരുന്നെങ്കിൽ ഈ ബ്രാഞ്ച് എന്തോ പറയാൻ. ഇതാണ് ഉൾട്ടയായിപ്പോയി ലോകം. ഞാനൊരു കമ്പനി തുടങ്ങണമെങ്കിൽ ഞാൻ ഉറപ്പിച്ച് സർട്ടിഫിക്കറ്റ് ഒന്നും നോക്കേയില്ല. നല്ല മനുഷ്യനാണോ എന്ന് മാത്രം നോക്കും, ട്രെയിനിങ് കൊടുക്കും, ജോലിക്ക് എടുക്കും.